PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 91/2024. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. രണ്ടാമത്തെ ചോദ്യം, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏത് നോവലാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. മൂന്നാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഗാന്ധിജി. നാലാമത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് ഏത് സ്ഥലമാണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് ഏത് സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ, ബംഗാൾ. അഞ്ചാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ആമുഖം ജവഹർലാൽ നെഹ്റു, അത് ശരിയാണ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 ഉൾപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, അതും ശരിയാണ്. ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ, അതാണ് തെറ്റായിട്ടുള്ളത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ഡി. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ കണ്ടെത്തുക. 1. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന. 2. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. 3. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, അത് തെറ്റാണ്. 4. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 4 ശരിയായിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്? 1. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാർലമെന്റ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. അതിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പത്താമത്തെ ചോദ്യം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണിത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നതാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം ഓപ്ഷൻ എ, പ്ലാറ്റോ. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അത് ആരാണ്? 1. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. 12ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. 1. അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു പുറം ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള. അതാണ് തെറ്റായിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്.
13ാമത്തെ ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, തിരുവിതാംകൂർ. 14ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്നാണ്? വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 1924 നവംബർ 1. 15ാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ എ, EMS നമ്പൂതിരിപ്പാട്. 16ാമത്തെ ചോദ്യം, 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? ഉത്തരം ഓപ്ഷൻ സി, 18. 17ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി, ധർമ്മേന്ദ്ര പ്രധാൻ. 18ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതാണ് തെറ്റായിട്ടുള്ളത്. 4. ജവഹർലാൽ നെഹ്റുവുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 19ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് 1. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. 1962 അത്. 2. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നത് 1969. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് 1975. ചാന്ദ്രയാൻ ദൗത്യം 2008 ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ഇത് കാലഗണന അനുസരിച്ച് തന്നെയാണ് ക്രമീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ എ. 20ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? തന്നിരിക്കുന്നത് 1. ഭിലായ് സോവിയറ്റ് യൂണിയൻ, അത് ശരിയാണ്. റൂർക്കേല ജർമ്മനി, അതും ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ, അതും ശരിയാണ്. ബൊക്കാറോ ഫ്രാൻസ്, അത് തെറ്റാണ്. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. 1951 മുതൽ 1956 പദ്ധതിയുടെ കാലയളവ്, അത് ശരിയാണ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി, അത് തെറ്റാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി, അതാണ് ശരിയായിട്ടുള്ളത്. 4. ഹാരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. 22ാമത്തെ ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. 23ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സുമൻ ബറി. 24ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി, 2023 ഓഗസ്റ്റ് 23. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. എന്നിരിക്കുന്നത് പത്കായവും മീസോ കുന്നുകൾ, ഹിമാദ്രി, ഖാരോ ഖാസി കുന്നുകൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ളത്. പത്കായിബും മീസോ കുന്നുകൾ, ഖാരോ ഖാസി കുന്നുകൾ.
26-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, അത് തെറ്റാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, അത് ശരിയാണ്. താരതമ്യേന വീതി കൂടുതലാണ്, അതും തെറ്റാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 27-ാമത്തെ ചോദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്, അത് തെറ്റാണ്. ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം, അതും ശരിയാണ്. 36 ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ് നിക്കോബാർ, അത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 28-ാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് കണ്ട്ല, നെവാഷേവ, പാരദ്വീപ്, ഹാൽഡിയ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ആയിട്ടുള്ളത് പാരദ്വീപ്, ഹാൽഡിയ. 29-ാമത്തെ ചോദ്യം ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഉത്തരം ഓപ്ഷൻ എ കൃഷ്ണ. 30-ാമത്തെ ചോദ്യം കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നത് വാഴച്ചാൽ തൃശ്ശൂർ, അത് ശരിയാണ്. ചീയപ്പാറ പത്തനംതിട്ട, അതാണ് തെറ്റായിട്ടുള്ളത്. ചീയപ്പാറ ഇടുക്കി ജില്ലയിലാണ്. പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്, അതും ശരിയാണ്. 31-ാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. കേരളത്തിലെ നീളം കൂടിയ നദി പെരിയാർ, അത് ശരിയാണ്. 2. വേമ്പനാട്ടുകായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദിയാണ് കക്കി, കല്ലാർ, അതും ശരിയാണ്. 3. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 32-ാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 2. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം, അത് തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. 4. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം, അതും ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 33-ാമത്തെ ചോദ്യം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ, അത് ശരിയാണ്. 2. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണ്, അത് തെറ്റാണ്. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 3. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്, അത് ശരിയാണ്. 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ടാണ്, അത് തെറ്റാണ്. 780 മെഗാവാട്ടാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് തെറ്റ്. ഉത്തരം ഓപ്ഷൻ ബി. 34-ാമത്തെ ചോദ്യം കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമാണ്, അത് തെറ്റാണ്. 75 മീറ്റർ കൂടുതലാണ് മലനാടുകൾ. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്, അതും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം.
35-ാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 4. അതായത് KT ഇർഫാൻ, സിനി ജോർജ്, ബോബി ജോർജ്. 36-ാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. തിരുവനന്തപുരമാണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. അതും തെറ്റാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. 4. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അതും ശരിയാണ്. ഇതിൽ യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 3ഉമാണ് യോജിക്കാത്തത്. ഉത്തരം ഓപ്ഷൻ ഡി. 37-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ എ പെരിയാർ. 38-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട. 39-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. 40-ാമത്തെ ചോദ്യം ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. 41-ാമത്തെ ചോദ്യം 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 42-ാമത്തെ ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ കെടാവിളക്ക്. 43-ാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി. 44-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇവയെല്ലാം ശരിയാണ്. 45-ാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. സർദാർ പട്ടേൽ, VP മേനോൻ. 46-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏത്? ഉത്തരം ഓപ്ഷൻ ബി നെല്ല്. 47-ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത്? ഉത്തരം ഓപ്ഷൻ സി അറബിക്ക. 48-ാമത്തെ ചോദ്യം ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? ISRO സ്ഥാപിതമായ വർഷം? ഉത്തരം ഓപ്ഷൻ എ 1969. 49-ാമത്തെ ചോദ്യം യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കോഴിക്കോട്. 50-ാമത്തെ ചോദ്യം 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബീഹാർ. 51-ാമത്തെ ചോദ്യം ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആദ്യ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 107. 52-ാമത്തെ ചോദ്യം സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്?
ഉത്തരം ഓപ്ഷൻ സി ആദിത്യ L1. 53ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണുന്നത്? ഉത്തരം ഓപ്ഷൻ സി ചെവി. സ്റ്റേപ്പീസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. 54ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. അത് ശരിയാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അത് തെറ്റാണ്. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. 3. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. അതും തെറ്റാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അതാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഉത്തരം ഓപ്ഷൻ ബി. 55ാമത്തെ ചോദ്യം, ബുദ്ധിമാന്റെ നെല്ലി എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ബുദ്ധിമാന്റെ നെല്ലി എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ഉത്തരം ഓപ്ഷൻ എ പൊക്കാളി. 56ാമത്തെ ചോദ്യം, കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി പീച്ചി. 57ാമത്തെ ചോദ്യം, ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപിക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപിക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണത്? ഉത്തരം ഓപ്ഷൻ ഡി ഉൽപാദകർ. 58ാമത്തെ ചോദ്യം, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ്. 59ാമത്തെ ചോദ്യം, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബാർക്ക്. 60ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. അത് ശരിയാണ്. താപത്തിൻ്റെ SI യൂണിറ്റ് ഫാരൻഹീറ്റ് ആണ്. അത് തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റ് സെൽഷ്യസ് ആണ്. അത് തെറ്റാണ്. 4. താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. അതാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരിയായത്. ഉത്തരം ഓപ്ഷൻ എ. 61ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നത് പവർ വാട്ട്. അത് ശരിയാണ്. ഊർജം ജൂള്. അതും ശരിയാണ്. പ്രവൃത്തി ജൂള്. അതും ശരിയാണ്. ബലം പാസ്കൽ. അതാണ് തെറ്റായിട്ടുള്ളത്. ബലം ന്യൂട്ടൺ ആണ് യൂണിറ്റ് വരുന്നത്. പാസ്കല് മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ്. 62ാമത്തെ ചോദ്യം, അലുമിനിയത്തിൻ്റെ ഒരു ധാതു ഏതാണ്? അലുമിനിയത്തിൻ്റെ ഒരു ധാതു ഏത്? ഉത്തരം ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. 63ാമത്തെ ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ബാക്കലൈറ്റ്. അത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. 64ാമത്തെ ചോദ്യം, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് പരിഹരിക്കുന്നത്. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് പരിഹരിക്കുന്നത്. 2ഉം 3ഉമാണ് ശരിയായ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ്. 65ാമത്തെ ചോദ്യം, 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ടൊവിനോ തോമസ്. 66ാമത്തെ ചോദ്യം, 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേദിയായ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കോയമ്പത്തൂർ. 67ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. അത് ശരിയാണ്. 2. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. അത് തെറ്റാണ്. കോളറ മലിനജലത്തിലൂടെയാണ് പകരുന്നത്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അതും തെറ്റാണ്. ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്ന രോഗമാണ്. ഇതിൽ ശരിയായ പ്രസ്താവന 1 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ എ.
68ാമത് ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മലമ്പനി. 69ാമത് ചോദ്യം, ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഏത്? ക്ഷയം BCG, അത് ശരിയാണ്. ടെറ്റനസ് OPV, അത് തെറ്റാണ്. ഡിഫ്തീരിയ MMR, അതും തെറ്റാണ്. പോളിയോ DPT, അതും തെറ്റാണ്. ടെറ്റനസിൻ്റേത് TT ആണ്. ഡിഫ്തീരിയയുടേത് DTP ആണ്. പോളിയോയുടേത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്. ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയായത്. ഉത്തരം ഓപ്ഷൻ എ. 70ാമത് ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇരുമ്പ്. 71ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഫാറ്റി ലിവർ, പക്ഷാഘാതം, പ്രമേയം, ഹീമോഫീലിയ. ഉത്തരം ഓപ്ഷൻ ഡി, ഹീമോഫീലിയ. 72ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. 73ാമത് ചോദ്യം, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, കുഷ്ഠം. 74ാമത്തെ ചോദ്യം, നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, വവ്വാൽ. 75ാമത്തെ ചോദ്യം, ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ്? ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വൈറസ്. 76ാമത്തെ ചോദ്യം, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, അലോപ്പതി. 77ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വിമുക്തി. 78ാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, മെഡിസപ്പ്. 79ാമത്തെ ചോദ്യം, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർ പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പൊൻവാക്ക്. 80ാമത്തെ ചോദ്യം, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, മോഹൻലാൽ. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.